ദൈവത്തിൻ്റെ വരദാനമാണ് കുഞ്ഞുങ്ങൾ. ഒരുപാട് വരദാനങ്ങൾ ലഭിക്കുന്നവർക്ക് അല്ലെങ്കിൽ വരദാനത്തിൻ്റെ വിലയറിയാത്തവരൊക്കെ കുഞ്ഞിനെ കൊന്നുകളയുന്ന കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ മക്കളെ നഷ്ടമാകുന്ന മാതാപിതാക്കൾ ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും. അവരുടെ സങ്കടവും നമ്മൾ കാണണം, അവരുടെ സങ്കടവും നമ്മൾ അറിയണം. 3 മക്കളെ നഷ്ടമായി ഇരുട്ടിൽ ഇപ്പോൾ വരാമെന്ന് പിടിവിട്ട കൈ അമ്മയുടേതായിരുന്നു. മാമ എന്ന് വിട്ടിട്ട് പോവല്ലേ മാമ എന്നുള്ള കരച്ചിൽ ഇന്നും നെഞ്ചിലൊരു വിങ്ങലാണ് എന്നതാണ് ഈ ഒരു കഥയുടെ തുടക്കം. കഥ തുടങ്ങുമ്പോൾ തന്നെ എല്ലാവർക്കും വലിയൊരു വേദനയാണ് നെഞ്ചിൽ പകരുന്നത്. ചൂരൽമല ഉരുൾപൊട്ടൽ വെറുമൊരു പ്രകൃതി ദുരന്തം മാത്രമായിരുന്നില്ല, നൂറുകണക്കിന് കുടുംബങ്ങളെ, സ്വപ്നങ്ങളും ജീവിതങ്ങളും കവർന്നെടുത്ത മഹാദുരന്തം തന്നെയായിരുന്നു. ഒരു രാത്രി കൊണ്ട് പലർക്കും മാതാപിതാക്കളെയും മക്കളെയും സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയും നഷ്ടമായി. ഇന്നും ആ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ കണ്ണീർ നിറയ്ക്കുന്ന ഉരുൾപൊട്ടൽ ദിവസത്തെക്കുറിച്ച് അനീഷിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്ന് പറയാം. ഞാനും എൻ്റെ ഭാര്യയും 3 മക്കളും അമ്മയും ചേച്ചിയും മകനും അന്ന് ആ വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒന്നിച്ചുള്ള ജീവിതത്തിലെ അവസാനത്തെ രാത്രിയാണെന്ന് ഞങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല. അനീഷ് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ആദ്യമേ ശബ്ദമിടറുന്നുണ്ടായിരുന്നു. തമാശയൊക്കെ പറഞ്ഞാണ് അന്ന് രാത്രിയിൽ ഞങ്ങൾ കിടന്നത്. പുറത്താകട്ടെ കനത്ത മഴയും. കുറച്ചു നേരം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങിപ്പോയി. രാത്രിയിൽ എപ്പോഴോ ഭാര്യ സൈന തന്നെ തട്ടി വിളിച്ചു. എന്തോ വലിയ ശബ്ദം കേൾക്കുന്നു, വീടൊക്കെ കുലുങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പുഴയിലൂടെ വെള്ളം വരുന്നതിൻ്റെ ശബ്ദമായിരിക്കും, പൊയ്ക്കോളുമെന്ന് പറഞ്ഞ് തീരും മുൻപേ വലിയൊരു ശബ്ദം കേട്ടു. അടുത്ത നിമിഷം ഞങ്ങൾ മണ്ണിനടിയിലായിരുന്നു. കല്ലുകളും മണ്ണുകളും എല്ലാം ശരീരത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും സമയം കിട്ടിയില്ല. ഉരുൾ ഞങ്ങളെ വലിച്ചിഴച്ച് കൊണ്ടുപോവുകയായിരുന്നു. വീട് പൂർണ്ണമായും തകർന്നു പോയിരുന്നു. ഞങ്ങളെല്ലാവരും ഉരുൾ വെള്ളം കിലോമീറ്ററോളം അകലെ എവിടെയോ കൊണ്ടുപോയി. ഒരു വിധത്തിൽ ഞാൻ എഴുന്നേറ്റ് നിന്ന് തല നേരെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. കണ്ണിലും ചെവിയിലും വായിലും എല്ലാം മണ്ണ് കയറിയിരുന്നു. ഒന്നും കാണാൻ കഴിയുന്നില്ലായിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് ഭാര്യ സൈന ഉണ്ടായിരുന്നു. ഞാൻ ഇരുട്ടിൽ മക്കളെ വിളിക്കാൻ തുടങ്ങി. അതിനിടയിൽ എവിടെയോ നിന്നോ ഒരു ശബ്ദം കേട്ടു, അച്ഛ എന്ന്. അതെൻ്റെ 2ാമത്തെ മകനായിരുന്നു. ആ ഒരു വിളി എന്നും എൻ്റെ ചെവിയിൽ നിന്ന് പോയിട്ടില്ല. മുകളിൽ നിന്ന് ആരൊക്കെയോ ടോർച്ച് തെളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എത്ര ഉറക്കെ വിളിച്ചിട്ടും ആരും കേൾക്കുന്നില്ല. അപ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു നമുക്ക് മുകളിലേക്ക് പോകാമെന്ന്, അവിടെ എത്തിയിട്ട് നമുക്ക് എല്ലാവരെയും രക്ഷിക്കാൻ പറ്റുമെന്ന്. പക്ഷെ അവൾ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്നെ വിട്ടിട്ട് പോകരുത്, എന്നെ ഒറ്റയ്ക്കാക്കരുതെന്ന് പറഞ്ഞ് അവൾ കരയുകയായിരുന്നു. കുറച്ചു നേരം ഞാൻ അവളുടെ അടുത്ത് നിന്ന്. മഴ വീണ്ടും ശക്തമായി. ശരീരം മുഴുവൻ മുറിവുകളും അസഹനീയമായ വേദനയുമാണ്. ഭാര്യയുടെ വാരിയെല്ലുകളും താടിയെല്ലുകളും പൊട്ടിയിരുന്നു. ഒടുവിൽ ഞാൻ പറഞ്ഞു നമുക്ക് മുകളിലേക്ക് കയറണം, നമ്മുടെ മക്കളെ രക്ഷിക്കണമെങ്കിൽ ഇപ്പോൾ പോകണമെന്ന്. ഭാര്യയെ താങ്ങിപ്പിടിച്ച് ഇരുട്ടിലൂടെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. അപ്പോഴാണ് ആരോ എൻ്റെ കയ്യിൽ പിടിച്ചത്. ആരാണെന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാം, പേടിക്കണ്ട, അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായി മാറുമെന്ന് അപ്പോൾ എനിക്കറിയില്ലായിരുന്നു. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ സഹായത്തിനായി ആരോ നിലവിളിക്കുന്നത് കേട്ടു. അത് ചേച്ചിയുടെ മകനായിരുന്നു. മാമനാണോ എന്നവൻ ചോദിച്ചു. അതേടാ എന്ന് ഞാൻ പറഞ്ഞു. മാമ എൻ്റെ കാല് മാത്രം കുടുങ്ങിയിട്ടുണ്ട്, അതൊന്ന് എടുത്താൽ നമുക്ക് എല്ലാവരെയും രക്ഷിക്കാമെന്ന്. പക്ഷെ അവൻ്റെ കാലിൻ്റെ മുകളിൽ ജീപ്പ് മറിഞ്ഞു കിടക്കുകയായിരുന്നു. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ശ്രമിച്ചെങ്കിലും എനിക്കത് ഒറ്റയ്ക്ക് മാറ്റാൻ കഴിയില്ലായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു ഞാൻ മുകളിൽ പോയി ആളുകളെ വിളിച്ചു കൊണ്ടുവരാമെന്ന്. അവൻ വളരെ ശാന്തമായി പറഞ്ഞു, ശരി മാമ, പോയിട്ട് വാ, അമ്മായി ഇവിടെ ഇരിക്കട്ടെ. ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ പോലും അവൻ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയിലായിരുന്നു. ഒടുവിൽ ഞാൻ മുകളിലെത്തി. അവിടെയുള്ളവരോട് ഭാര്യയും മക്കളും അമ്മയും താഴെ ഉണ്ടെന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് നാട്ടുകാർ ഓടിയെത്തി. അവർ ഭാര്യയെ രക്ഷപ്പെടുത്തി മുകളിലെത്തിച്ചു. പിന്നെ ചേച്ചിയുടെ മകൻ്റെ കാലിൽ കുടുങ്ങിയ ജീപ്പ് മാറ്റാൻ ശ്രമിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ്റെ മുഖത്ത് സന്തോഷമായിരുന്നു. ഇനി ഞാൻ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷ. പക്ഷെ ആ പ്രതീക്ഷയ്ക്ക് ആയുസ് വളരെ കുറവായിരുന്നു. പെട്ടെന്ന് വലിയ പാറകൾ ഞെരിയുന്ന ഭീകര ശബ്ദം കേട്ടു. 3ാമത്തെ ഉരുൾപൊട്ടൽ വരികയായിരുന്നു. അവിടെ നിന്നവർക്ക് മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല. ജീവൻ രക്ഷിക്കാൻ അവർ ഓടി. അവർ ഓടിപ്പോകുന്നത് കണ്ടപ്പോൾ ചേച്ചിയുടെ മകൻ പൊട്ടിക്കരഞ്ഞു. മാമ എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവല്ലേ എന്ന നിലവിളി കേട്ടുകൊണ്ടിരുന്നു. എല്ലാവരും മുകളിലേക്ക് ഓടിയത്. പക്ഷെ അന്ന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. അടുത്ത നിമിഷം അവരുടെ കൺമുന്നിലൂടെ 3ാമത്തെ ഉരുൾ വന്ന് അവനെയും കവർന്നെടുത്തു. പിന്നീടാണ് ഞാൻ മറ്റൊരു സത്യം അറിഞ്ഞത്. ഇരുട്ടിൽ എൻ്റെ കയ്യിൽ പ്രതീക്ഷയോടെ പിടിച്ചത് എൻ്റെ അമ്മയായിരുന്നു എന്ന്. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വിട്ടുപോയത് എൻ്റെ അമ്മയുടെ കയ്യിലായിരുന്നുവെന്ന് ഭാര്യയെ രക്ഷിക്കാനെത്തിയ നാട്ടുകാരാണ് പിന്നീട് പറഞ്ഞത്. അമ്മയും മക്കളും ജീപ്പിനടുത്ത് ചോരയിൽ കുളിച്ച് കിടക്കുന്നതാണ് അവർ കണ്ടതെന്ന്. പിന്നീട് ആശുപത്രിയിൽ എത്തിയപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു മൂത്ത മകൻ കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്, ബാക്കിയുള്ളവരെ കണ്ടെത്താനായിട്ടില്ല എന്ന്. ദിവസങ്ങൾ കടന്നുപോയി. ഒടുവിലൊരു ദിവസം എൻ്റെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയവർ പറഞ്ഞു, ഇതാണ് നിന്റെ മൂത്ത മകൻ. അത്രയും പറഞ്ഞു നിർത്തിയ അനീഷ് വിങ്ങി പൊട്ടിക്കരയുന്നു. പ്രസവം നിർത്തിയിരുന്നു. 3 മക്കളെ നഷ്ടപ്പെട്ട ഇരുവരും ഇപ്പോൾ IVF ട്രീറ്റ്മെൻറ്റിലാണ്. ഒരു രാത്രി കൊണ്ട് സ്വപ്നം അമ്മയെയും മക്കളെയും ബന്ധുക്കളെയും സ്വപ്നങ്ങളെ നഷ്ടമാക്കി ഒരു മനുഷ്യനാണ്. ഇപ്പോൾ അവർ ഓർത്തെടുക്കുന്നത് വളരെയധികം തന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്.